Arey, who's the CMO here? CMO कौन है? Where is the CMO? All of you, where is the CMO? Where is he? Call him. CMO. CMO. आता प्रेसाचो एक मनीस आयिल्लो इंजेक्शन मागपाक. You cannot guide him properly. You learn to control your tongue. You're a doctor. Don't force me to act, but you have to behave yourself. कित्या खातीर जॉब घेता गव्हर्मेंटान? मास्क काड पयली, म्हाका तोंड पळोवंक जाय तुजें. एका सस्पेन्शन ऑर्डर काढा. I am suspending you. When the inquiry is initiated, you give your explanation. I am telling you, you listen. Go home. असले डॉक्टर जे गरीबाची सेवा करू शकना त्यांना काहीच काम ना गव्हर्मेंट സർവീസാൻ काम करपाक. ഗോവയിലെ ഒരു ആശുപത്രിയിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾ ഇപ്പൊ കണ്ടത്. ഇപ്പൊ സ്ഥിരം കേൾക്കുന്ന സംഭവം തന്നെ ഡോക്ടർ പേഷ്യന്റ് കോൺഫ്ലിക്റ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഇതിൽ കുറച്ച് വെറൈറ്റി ഉണ്ട് കേട്ടോ. സംഭവം ലളിതമായിട്ട് പറയാം. ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടറാണ് ഈ ആദ്യം കണ്ട നിങ്ങൾ വീഡിയോ കണ്ടത്. അയാളടുത്ത് ഒരു പേഷ്യന്റ് അവിടെ കാഷ്വാലിറ്റി വന്ന് ചോദിക്കുന്നത് വൈറ്റമിൻ ബിയുടെ ഇഞ്ചക്ഷൻ അവിടെ ഉണ്ടോ എന്നുള്ളത്. അവിടെ ചിലപ്പോ ഡോക്ടർ സ്ട്രെസിന്റെ പുറത്തൊക്കെ ആയിരിക്കാം അവരെന്തോ പറഞ്ഞു തിരിച്ച് ഈ രണ്ടുപേരും തമ്മിൽ അത് പിന്നെ ഒരു സംസാരമായി. അത് പിന്നെ കുറച്ചുപേര് ഏറ്റെടുത്തത് നല്ലൊരു സംസാരമായി. കുറച്ച് കഴിയുമ്പോഴത്തേക്കും മന്ത്രിയും കാര്യങ്ങളൊക്കെ വന്ന് അതിന് ശേഷം നടന്ന വീഡിയോ നിങ്ങൾ കണ്ടത്. അപ്പൊ ഇതിനെ കുറിച്ചുള്ള ഒരു അനലൈസ് ഞാൻ പറയാം. പക്ഷെ അതിന് മുമ്പ് കാഷ്വാലിറ്റി എന്താണ് അല്ലെങ്കിൽ അതിന്റെ വർക്കിംഗ് എന്താണെന്നുള്ളത് ഞാനൊന്ന് പറയട്ടെ. നമുക്ക് പെട്ടെന്ന് മരുന്ന് കൊടുത്തിട്ട് കൺട്രോൾ ചെയ്യേണ്ട അല്ലെങ്കിൽ പെട്ടെന്നൊരു അവസ്ഥ ശ്രദ്ധിപ്പിക്കേണ്ട അവസ്ഥകളെല്ലാം നമുക്ക് കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരാം. അതായത് നെഞ്ചുവേന, ശ്വാസമുട്ടൽ, അതുപോലെയൊക്കെ തന്നെ. അല്ലാത്തുള്ള അവസ്ഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OP ബേസിസിൽ അല്ലെങ്കിൽ വാർഡിലോ കാര്യങ്ങളോ വെച്ചിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇവിടെ പേഷ്യന്റ് ഭാഗത്ത് ഉണ്ടായ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ കാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുപോയി. പക്ഷെ അത് വൈറ്റമിൻ B12 ഇഞ്ചക്ഷന് വേണ്ടിയിട്ടായിരുന്നു. ഡോക്ടറിന് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേഷ്യന്റിനെ ആ ഒരു കംഫർട്ടോട് കൂടെ പറഞ്ഞയക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതിന് പക്ഷെ കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ആ ഒരു ജോലി തിരക്കിന്റെയും സ്ട്രെസിന്റെയും കാര്യങ്ങൾ തന്നെ. കാരണം ചിലപ്പോൾ ഒരു എമർജൻസി ആയിട്ട് ഒരു പേഷ്യന്റിനെ ഹാൻഡിൽ ചെയ്യുമ്പോഴായിരിക്കും ഇത് ഇടയ്ക്ക് വന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിന്റെ കൊണ്ട് തന്നെ ചിലപ്പോൾ പെട്ടെന്ന് റിയാക്ട് ചെയ്തതായിരിക്കാം. പക്ഷെ പേഷ്യന്റിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും പേഷ്യന്റ് എങ്ങനെ നമുക്ക് ഈ സാധനങ്ങൾ കിട്ടും, എവിടുന്നാ കിട്ടുക, ആരുടെ ചോദിക്കേണ്ട ഒന്നും ആ പേഷ്യന്റിന് അറിഞ്ഞുകൊണ്ടായിരിക്കുന്നില്ല. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോയി ചോദിച്ച് അപ്പൊ അവിടുത്തെ വില്ലൻ എന്ന് പറയുന്നത് അവിടുത്തെ സാഹചര്യങ്ങൾ തന്നെയാണ്. രോഗിക്ക് അതിനെക്കുറിച്ച് അറിവില്ലായ്മയും ഡോക്ടറിനാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രെസ്സിന്റെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള രീതിയിൽ. പക്ഷെ അവിടെ ഏറ്റുപിടിച്ചത് നമ്മുടെ മീഡിയ ആണ്. ഇത് സമൂഹത്തിലോട്ടൊക്കെ എത്തിച്ച് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയൊരു കാര്യത്തിന്റെ പേരിൽ ഭയങ്കരമായിട്ട് ആ ഡോക്ടറിനെ ഇൻസൾട്ട് ചെയ്തപ്പോഴത്തേക്കും സോഷ്യൽ മീഡിയയും അതേപോലുള്ള എല്ലാവരും ഏറ്റെടുത്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ മിനിസ്റ്റർ മാപ്പ് പറയുന്ന ഒരു സിറ്റുവേഷൻ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതവിടെ കഴിഞ്ഞു. പക്ഷെ ഈ ഒരു കോൺഫ്ലിക്റ്റ് ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ പേഷ്യന്റ് റിലേഷൻഷിപ്പിന്റെ തന്നെ. അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് അനലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഈ ഒരു ട്രസ്റ്റ് പോയിരിക്കുന്ന ആ ട്രസ്റ്റിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. എന്തുകൊണ്ട് പോയി, അല്ലെങ്കിൽ എവിടേക്കാണ് മിസ്റ്റേക്ക് പറ്റിയത്, എങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്യണം എന്നുള്ളത്. നിങ്ങൾക്ക് ഈ പ്രശ്നത്തെ കുറിച്ചുള്ള അഭിപ്രായം ഈ താഴെ കമന്റ് ബോക്സിൽ പറയാം. ഓൾ ഓർ ഫോർ മോർ. ബൈ.